ഇതാരുടെ കാറാണച്ചേ? അവൻ ബൈക്ക് സൈഡിൽ നിർത്തി അതിൽ നിന്നിറങ്ങുന്ന രാവു അച്ഛനെ നോക്കി ചോദിച്ചു. അതെൻ്റെ പെങ്ങളും മക്കളും വന്നിട്ടുണ്ട് രാജീവേ, അവരുടെ വണ്ടിയാ. അദ്ദേഹം പറഞ്ഞു തീർന്നപ്പോഴേക്കും ഉമ്മറത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിരുന്നു. ഞാനെന്നാൽ പോവാണച്ചേ, ചെന്നിട്ട് കുറച്ച് പണിയുണ്ട്. അവൻ രാവു അച്ഛനെ നോക്കി ഒന്ന് പറഞ്ഞുകൊണ്ട് ബൈക്ക് തിരിച്ചു. ആരാ അമ്മാവാ അത്? ഉമ്മറത്തേക്ക് വന്ന പെൺകുട്ടി സംശയത്തോടെ ചോദിച്ചു. അത് രുദ്രൻ്റെ കൂട്ടുകാരനാണ് മോളെ, അദ്ദേഹം ഉള്ളിലേക്ക് കയറി പോകുന്നതിനിടയിൽ പറഞ്ഞു. അത് കേൾക്കെ അവളൊന്ന് പുഞ്ചിരിച്ച് അദ്ദേഹത്തിനൊപ്പം തിരിഞ്ഞു നടന്നു. ദേ അമ്മേ, ഏട്ടൻ വന്നു. രാജീവ് ഉമ്മറത്തേക്ക് കയറുമ്പോഴേ രാഗി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേൾക്കെ മുറിയിലിരുന്ന് ഇന്ദു പെട്ടെന്ന് കയ്യിലെ തുണി കട്ടിലിൽ വെച്ച് ഉമ്മറത്തേക്ക് ഓടിയെത്തി. എനിക്കിത്തിരി വെള്ളം കൊണ്ടുവരാകി നീയ്. ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കാൽ കഴുകി, കുറച്ചെടുത്ത് മുഖം കഴുകി, മുണ്ടിൻ്റെ ഒരറ്റം പിടിച്ചുയർത്തി. ക്ഷീണിച്ചു വരുന്നവനെ അവൾ വാതിൽ മറവിൽ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഇടയ്ക്ക് ആ കണ്ണുകൾ തന്നിലേക്ക് നീണ്ടപ്പോൾ പിടപ്പോടെ മെഴുകിൽ താഴ്ത്തി. ദാ ഏട്ട വെള്ളം. രാഗി അപ്പോഴേക്കും വെള്ളം കൊണ്ടു കൊടുത്തു. ഞാനിന്ന് രാവുവച്ചനെ കണ്ടിരുന്നു, തന്നെ നോക്കിയാണ് പറയുന്നത് എന്ന് കണ്ടതിൽ വാതിൽ മറവിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നിന്നു. വീടിടയ്ക്കൊന്ന് അടിച്ചുവാരി ഇടണ്ടേ? നാളെ ആള് വരും, ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്നെൻ്റെ കൂടെ വരേണ്ടി വരും ഇന്ദു. കാലിന്മേൽ കാല് കയറ്റി വെച്ച് തലക്ക് കയ്യും കൊടുത്ത് പറയുന്നവനെ കാണെ ഒന്നും പറയാൻ തോന്നിയില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. രാജീവ് ഓർമ്മിപ്പിച്ചപ്പോൾ മനസ്സെന്തോ വല്ലാതെ വിങ്ങുന്നത് പോലെ, ആരുമില്ലാത്തവളാണ് എന്ന് തിരിച്ചറിവ് തരുന്ന പോലെ. വരാം ഞാൻ. പതിയെ മൂളി മുറിയിലേക്ക് നടന്നു. അപ്പോഴും കേൾക്കുന്നുണ്ട് കുഞ്ഞിപ്പെങ്ങൾ ഏട്ടനോട് എന്തോ കൊഞ്ചലോടെ പറയുന്നത്. മുറിയിലെത്തി പതിയെ ബെഡിലേക്ക് അമർന്നിരുന്നു. തലയിണയിലേക്ക് മുഖം പൂഴ്ത്തിയപ്പോൾ മനസ്സെന്തോ കൈവിട്ടു പോകുന്നത് പോലെ. ആരുമില്ല, താനിവിടെ എന്ന് സത്യം തിരിച്ചറിഞ്ഞു. വാ മോളെ, ഭക്ഷണം കഴിക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് വിളിക്കുന്നത് കേട്ടു. വേണ്ടമ്മയെന്ന് പറഞ്ഞ് നിഷേധിച്ചു. എന്തോ കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ തന്നെ കിടന്നു. രാഗിയും വന്ന് ഒരുപാട് നിർബന്ധിച്ചു. ഇക്കിളാക്കിയും കുറുമ്പ് കാണിച്ചുമൊക്കെ തന്നെ കഴിപ്പിക്കാൻ നോക്കി പെണ്ണ്. പക്ഷെ അപ്പോഴും വേണ്ട മോളെ എന്ന് പറഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നേരേറെ കുറെ വൈകിയിരുന്നു. മുകളിലെ ലൈറ്റ് വെട്ടം അണയുന്നതറിഞ്ഞ് താനും രാഗി വന്ന് കിടക്കുന്നതും അപ്പോഴും അങ്ങനെ തന്നെ കിടന്നു. ചിന്തകൾ ഒരുപാടുണ്ടായിരുന്നു ചിന്തിച്ചു കൂട്ടാൻ. നാളെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാം എടുത്തു വേണം പോകാൻ. മതി ഇനി ഇവിടെ നിന്നത്, ഇനിയും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. അങ്ങനെ ചിന്ത കാട് കയറിയപ്പോൾ കണ്ണുകൾ ഇറുക്കെ മൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാഗിമോള് വയറിന് മീതെ കൈകൾ ചേർത്ത് വെച്ചു. അത് കണ്ടപ്പോൾ വല്ലാത്ത വാത്സല്യം തോന്നി. അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. പാവം, നല്ല ഉറക്കത്തിലായി പോയിട്ടുണ്ട്. ആ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ട് എപ്പോഴോ മയക്കത്തിലേക്ക് ആണ്ടിരുന്നു. എൻ്റെ പൊന്നു രുദ്ര, ഞാൻ ഓക്കെയാണ്. ഇനിയും നീ ഇവിടെ ഇരുന്ന് സോറി പറഞ്ഞാലേ ദേ ഈ ജഗ്ഗിലെ വെള്ളം തലവഴി ഞാൻ ഒഴിക്കും, പറഞ്ഞേക്കാം. ഡയാന തുണികൾ മടക്കി വെക്കുന്നതിനിടയിൽ അടുത്തിരിക്കുന്ന രുദ്രനെ ഒന്ന് പാളി നോക്കി. എന്നിട്ട് കുസൃതിയോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേൾക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു. രുദ്രൻ വന്നിട്ട് കുറേ നേരമായി. അപ്പോൾ തൊട്ട് ഡയാനയുടെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ആദ്യം കഴിക്കാൻ വിളിക്കാം. അവനോട് നമ്മൾ പോയി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാണ്. രുദ്രൻ ഇടങ്ങണ്ണിട്ട് ഡയാനയെ നോക്കിയപ്പോൾ അവൾ പതിയെ വേണമെന്ന് തലയാട്ടി. അപ്പോഴേക്കും കൺമഷി മുറിക്കകത്തേക്ക് വന്നിരുന്നു. വന്നേ, ഇതൊക്കെ ഇനി പിന്നെ ചെയ്യാം, ആ ഫുഡ് തണുത്താറിയിട്ടുണ്ടാവും. അപ്പോഴാണ് രണ്ടാളും പതിയെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റത്. ഡയാന അവസാനം ഉണ്ടായിരുന്ന 2 ടോപ്പ് മടക്കി അലമാരയിലേക്ക് എടുത്തു വെച്ചു. നീ വിളിച്ചിട്ട് വാ, ഞങ്ങൾ വിളിക്കുന്നതിലും നല്ലതാണ്. രുദ്രൻ പറഞ്ഞപ്പോൾ ഡയാന അവനെ നോക്കി കണ്ണുരുട്ടി. പിന്നെ ഒന്നും മിണ്ടാതെ ആദ്യം വിളിക്കാനായി ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് നടന്നു. അവർക്ക് തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ രുദ്രേട്ടാ. ഡയാനയുടെ പോക്ക് കാണെ കൺമഷി കുസൃതിയോടെ രുദ്രൻ്റെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞു. അത് കേൾക്കെ അവനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആദ്യം നമ്മൾക്കിടയിലുള്ള ബയോളജി വർക്കൗട്ട് ചെയ്യാം, എന്നിട്ട് പോരെ? മീശ പിരിച്ച് പറയുന്നവനെ അവൾ കണ്ണുരുട്ടി കാണിച്ചു. ഒപ്പം നീട്ടി വളർത്തിയ നഖം അവൻ്റെ കൈത്തണ്ടയിൽ അമർന്നു. എന്തടി പിശാചേ, മാന്തി പൊളിക്കുന്നു. അവൻ അലറിയപ്പോൾ അവളൊന്ന് ചിരിച്ച് കാണിച്ചു കൊടുത്തു. കെട്ടിക്കഴിഞ്ഞാലേ ആദ്യത്തെ പണി എന്തായെന്നറിയോ കൺമഷി നിനക്ക്? അവൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. അയ്യ, അതല്ല, ഈ നഖം മുഴുവൻ വെട്ടിക്കളയും, എന്നിട്ട് എൻ്റെ റൂമിലേക്ക് പോലും കയറ്റൂ. അവൻ പറഞ്ഞപ്പോൾ അവൾ ആകെ ചമ്മിപ്പോയി. അവനെ മുഖം വീർപ്പിച്ച് കാണിച്ചിട്ട് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോവാനായി തുടങ്ങിയതും അവൻ്റെ കൈ അവളെ പിടിച്ചു വലിച്ചതും ഒരുമിച്ചായിരുന്നു. പിണങ്ങിയോടി കാന്താരി? അവളുടെ മുഖത്തേക്ക് പതിയെ ഒന്ന് ഊതിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. ഇല്ല എന്ന് പതിയെ തലയാട്ടി അവൾ. എന്നിട്ട് നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം താഴ്ത്തി. ഡയാന ആദ്യം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ TV കണ്ടുകൊണ്ടിരിക്കുവാണ്. അവളുടെ വരവ് കണ്ടപ്പോൾ അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റു.
എപ്പോൾ വന്നിടൂ? അവൾ സംശയത്തോടെ നോക്കി. ആ, കുറച്ചു നേരം ആയുള്ളൂ. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? വന്നേ. ഡയാന കൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ആദ്യ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവൾക്കൊപ്പം നടന്നു. അവർ രണ്ടാളും നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ഹാളിലിരിക്കുന്ന രുദ്രനെയും കൺമഷിയെയുമാണ്. ആദ്യം കണ്ടപ്പോൾ കൺമഷി പുഞ്ചിരിയോടെ എഴുന്നേറ്റു. എന്നിട്ട് മേശമ എടുത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. ഓരോ വിശേഷം പറഞ്ഞാണ് നാലാളും ഭക്ഷണം കഴിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആദി തന്നോട് ഇത്രയും നന്നായി സംസാരിക്കുന്നത് എന്ന് തോന്നി കൺമഷിക്ക്. അവൾ എല്ലാവരോടും പറയുന്നത് കേട്ട് കഴിക്കുവാണ്. ഡയാനയുടെ അവസ്ഥയും മറിച്ചല്ല. ആദി വന്നപ്പോൾ റൂമൊന്ന് ഉണർന്നു. രുദ്രൻ കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, തമാശയും കളിയും ചിരിയുമായിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലാവരും സോഫയിൽ TV കണ്ടുകൊണ്ടിരിക്കുവാണ്. ഡയാനയും കൺമഷിയും ഒരു സോഫയിൽ, രുദ്രനും ആദിയും മറ്റേ സോഫയിൽ. നേരം 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഡയാന. പെട്ടെന്നാണ് രുദ്രൻ ഡയാനയെ നോക്കി പറഞ്ഞത്. എന്ത്? അവൾ സംശയത്തോടെ നോക്കി. അത് അവൻ ചെറിയ മടുപ്പോടെ പറഞ്ഞു തുടങ്ങി. നീ സസ്പെൻസിനാതൊന്ന് പറയുന്നുണ്ടോ രുദ്ര? ഡയാന കണ്ണുരുട്ടിയപ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു കാണിച്ചു. ഞാനും കൺമഷിയും നിന്റെ ഫ്ലാറ്റിൽ നിന്നോളാം. പെട്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ കൺമഷിയും വായും പൊളിച്ച് നോക്കി നിന്നു രുദ്രനെ. അതെന്തിനാ? അവൾ ഇവിടെ നിന്നോട്ടെ. ഡയാനയുടെ പുരികം ചുളിഞ്ഞു. ആദിയുടെ മുഖത്തും അത് കേട്ടപ്പോൾ വിളറിപ്പോയിരുന്നു. എടി പ്ലീസ് ഡി, ഇന്നൊരു ദിവസം ഞങ്ങൾ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഫ്ലാറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ഡയാന കപടദേഷ്യം കാണിച്ച് അവനെ നോക്കി പേടിപ്പിക്കേണ്ട, കല്യാണം കഴിക്കുന്നവരെ. രുദ്രൻ അത്തക്കരൻ നെഹീഹേ. അവനത് പറഞ്ഞ് കൺമഷിയെ ചേർത്ത് പിടിച്ചു. അത് കേട്ടപ്പോൾ ഡയാന പിടിച്ചു വെച്ചിരുന്ന ചിരി പുറത്തേക്ക് തള്ളിപ്പോയി. അവൾ പതിയെ കണ്ണടച്ച് സമ്മതം മൂളിയപ്പോൾ രുദ്രൻ കൺമഷിയെയും കൊണ്ട് എഴുന്നേറ്റു. അപ്പോൾ ഗുഡ് നൈറ്റ് മോളൂസ്. അവൻ കൺമഷിയെയും കൊണ്ട് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അവർക്ക് നേരെ കൈവീശി. ആദിയെ നോക്കാനും അവൻ മറന്നില്ല. ആദി അവന് നേരെ പുഞ്ചിരിയോടെ കൈവീശി. ദേടാ, പോകുന്നതൊക്കെ കൊള്ളാം. കുരുത്തക്കേട് വല്ലതും കാണിച്ചാലേ നീ നല്ലത് മേടിക്കും എൻ്റെ കയ്യിൽ നിന്ന്. അവൾ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ തംസപ്പ് ഉയർത്തി കാണിച്ചു. ആലോചിക്കാം. അവൻ തിരിഞ്ഞു നിന്ന് മീശ പിടിച്ചു വെച്ച് പറഞ്ഞു. അത് കണ്ടപ്പോൾ ഡയാന കണ്ണുരുട്ടി. കൺമഷിക്കാണേൽ പരിഭ്രമവും ചിരിയും എല്ലാം കൂടെ വന്ന് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. ആദിയുടെ റൂമിന് കുറച്ചകലെയാണ് രുദ്രൻ്റെ ഫ്ലാറ്റ്. 2 റൂമുകൾ കഴിഞ്ഞ് രുദ്രൻ കൺമഷിയെയും കൊണ്ട് അവിടേക്കാണ് ചെന്നത്. എന്താ രുദ്രേട്ട നിങ്ങളുടെ ഉദ്ദേശം? അവൾ പുരികം ചുളിച്ച് നോക്കി അവനെ. ദുരുദ്ദേശം എന്തേ? അവൻ കുസൃതിയോടെ ആ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. അപ്പോഴേക്കും ഫ്ലാറ്റിൻ്റെ ഡോറ് തുറന്നിരുന്നു രുദ്രൻ. നല്ല വൃത്തിയുള്ള ഫ്ലാറ്റ്, എല്ലാം നന്നായി അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. അവൾ ചുറ്റുമൊന്ന് നോക്കിയിട്ട് നേരെ കണ്ണുരുട്ടി രുദ്രനെ നോക്കി. ഇതാണോ വൃത്തിയാക്കണമെന്ന് പറഞ്ഞത്? അവൾ കൈകൾ പിണച്ചു കെട്ടി പുരിക ഉയർത്തി. അത് പിന്നെ, അല്ലെങ്കിൽ അവൾ നിന്നെ വിടില്ല. അതാ. അവൻ നേരെ സോഫയിലേക്ക് അമർന്നിരുന്നു. എന്നിട്ട് അവളോട് ഡോറ് ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അവൾ പോയി ഡോറ് കുറ്റിയിട്ട് അവനരികിൽ വന്നിരുന്നു. എന്നിട്ട് ആ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ. അവൾ ആ നെഞ്ചിൽ മുഖമിട്ടുരുസി. എങ്ങനെ? അവൻ്റെ സ്വരത്തിലെ കുസൃതി അവൾ അറിഞ്ഞിരുന്നു. എൻ്റെ കംഫർട്ട് സോണല്ലേ ഇത്? കുറച്ചു നേരം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ. അവൾ പതിയെ നിർത്തി അവനെ നോക്കി. ആ, എനിക്കത് തോന്നിയിരുന്നു. അതല്ല ഞാൻ പൊക്കിക്കൊണ്ട് പോന്നേ. അവൻ ആ മുടിയിഴകളിൽ പതിയെ തലോടി. എന്നിട്ട് റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്തു. പാട്ട് കേൾക്കി ഇരുവരുടെയും കണ്ണുകൾ TVയിലേക്ക് നീണ്ടുപോയി. കൺമഷി അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്നു. എനിക്ക് എന്ത് ഇഷ്ടമോ എന്നറിയോ? അവളുടെ സ്വരം ആർദ്രമായിരുന്നു. അറിയില്ല, പറഞ്ഞു തരുമോ? അവൻ ചുണ്ടു പിളർത്തി പറഞ്ഞപ്പോൾ അവൾ ആ കഴുതണ്ടയിൽ ഒരടി വെച്ചു കൊടുത്തു. ശരിക്കും ഇഷ്ടമാണോ എന്നെ? അവനൊന്നുകൂടെ അടുത്തേക്ക് വന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി. അവൾ ആ നെഞ്ചിൽ അമർത്തി ചുംബിച്ചതേ ഉള്ളൂ. എന്നാൽ എനിക്കൊരു കാര്യം അറിയണം കൺമഷി. അവൻ്റെ മുഖത്തെ കുസൃതി ഒട്ടും മാഞ്ഞിരുന്നില്ല. ശബ്ദം ശാന്തമായിരുന്നു. എങ്ങനെയാ ആദർശ് എൻ്റെ പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് എനിക്കറിയണം കൺമഷി. ഇത്രയും നാൾ അത് ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഇന്ന് ഈ രാത്രി എന്നോട് പറയണം അത്. അവൻ്റെ കൈക്കുള്ളിൽ കിടന്നിരുന്ന അവളുടെ മുഖമാകെ വിളറിയിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവനൊന്നുകൂടെ മാറോട് ചേർത്ത് പിടിച്ചു അവളെ. പറയില്ലേ നീ? ആ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. അവൾ പതർച്ചയോടെ മൂളി. എന്നിട്ട് ഓർക്കുവാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കഴിഞ്ഞുപോയ നാളുകൾ ഓർത്തെടുത്ത് പറയുവാൻ തുടങ്ങി.